ഒരു കൂടെയും കത്രികയായിട്ട് ഞാൻ മിക്കവാറും എൻ്റെ പറമ്പിൽ കൂടെ തന്നെ കാണും കേട്ടോ. അതൊരു പ്രത്യേക സുഖമാണല്ലോ നമുക്ക് ഇങ്ങനെ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ ഉണ്ടാവും. ഇതുവരേക്കും ഉണ്ടായ ചാമ്പക്കയിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ചാമ്പയാണ് ഞാനിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ സംഭവങ്ങൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. അത് ആ നിലത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും കുറേ പുഴു വന്നിട്ട്. ഇപ്പം പ്രത്യേകിച്ച് മഴയും കൂടി ആയതുകൊണ്ട് പുഴു വന്ന് കംപ്ലീറ്റും താഴെ വീണ് വിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ പറിച്ചു കൊടുത്തു. എല്ലാത്തിലും നല്ല ഉറമ്പാണ്. ചാമ്പയ്ക്ക് മാത്രമല്ല കേട്ടോ, കുറേ അമ്പഴങ്ങയും ഇത്തവണ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഒരു ഫംഗൽ പോലെയൊക്കെ മുകളിൽ തോന്നുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്താൽ വൃത്തിയായി കഴിയും. ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉള്ള സമയമല്ലേ, മിക്കവാറും എന്തെങ്കിലുമൊക്കെ ലഞ്ചിൻ്റെ കൂടെ അച്ചാറുകൾ വേണ്ടി വരും. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ തത്രപ്പാട് മുഴുവനും. നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അമ്പഴങ്ങ. നല്ല വൃത്തിയായി കിട്ടിയിട്ടുമുണ്ട്. അത്രയും ചാമ്പയ്ക്ക പറിച്ച് ഞാൻ വൃത്തിയാക്കി കഴുകി എടുത്തു. പക്ഷേ എനിക്ക് ഇത്രയും ചാമ്പയെ ഉപയോഗിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റും ഈ ഒരു ബേസൺ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റാണ് കേട്ടോ. പുഴു വന്ന ഭാഗങ്ങളും ചതഞ്ഞ ഭാഗങ്ങളും ഒക്കെ തന്നെയാണത്. കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് എടുത്ത് കട്ട് ചെയ്യണ പരിപാടി കുറേ സമയം കൊണ്ട് ഞാൻ ചെയ്ത് തീർത്താണ് കേട്ടോ. ഒരുപാടുണ്ടല്ലോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് മോൻ പറയുന്നത് കുറച്ചെടുത്ത് ഉപ്പിലിടമേന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. കാരണം അവന് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പലതരം വിഭവങ്ങളാവുമല്ലോ. അച്ചാറിടാനുള്ള എല്ലാ സാധന സാമഗ്രികളും നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, അച്ചാർ പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് 2 ടൈപ്പും ഞാൻ 2 സമയത്തായിട്ട് അച്ചാറിട്ട് വെച്ചു കേട്ടോ. ബാക്കിയുള്ളത് ഉപ്പിലും കുറച്ച് പൈനാപ്പിൾ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തരം വിഭവങ്ങളും ആയി.